രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. നമസ്കാരം. പ്രിയരെ, വാൽമീകി രാമായണ വിചാര പരമ്പര നമ്മൾ കർക്കിടക മാസത്തോടുകൂടി നിർത്തി അധ്യാത്മരാമായണം തുടങ്ങിയതായിരുന്നു. വീണ്ടും നമുക്ക് വാൽമീകി രാമായണം തുടരാം. വാൽമീകി രാമായണത്തിൽ നമ്മൾ പറഞ്ഞു വെച്ച ഭാഗം അയോധ്യാകാന്ഡം അവസാനിച്ചു. ഭരതൻ മെതിയടി കൊണ്ട് അയോധ്യയിലേക്ക് മടങ്ങി. അത്രിയെ കണ്ടു. അനസൂയയും സീതയും തമ്മിലുള്ള സംഭാഷണം, സീതാവൃത്താന്തം, സീതാവിവാഹം, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞത് അനസൂയയ്ക്ക്, ദേവിക്ക് വളരെ ഇഷ്ടമായി. അനസൂയ അത്യധികം തപസ്വിയാണ്. 10 വർഷം വെള്ളം ഇല്ലാണ്ടായപ്പോൾ ശപശക്തി കൊണ്ട് ഗംഗയെ ആവാഹിച്ച ആളാണ് അനസൂയ എന്നൊക്കെ പറഞ്ഞ് അവരുടെ അനുഗ്രഹവുമേട് മഹാരണ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ ആരണ്യകാന്ഡം തുടങ്ങുകയാണ്. പ്രവിശ്യതു മഹാരണ്യം ദണ്ഡകാരണ്യമാത്മവാൻ ദദർശ രാമോ ദുർദർശ താപസാശ്രമമണ്ഡലം. താപസന്മാരുടെ ആശ്രമമണ്ഡലം ദൂരത്തുനിന്നങ്ങനെ കണ്ടു. ധാരാളം ദർഭപുല്ലുകൾ, മരവുരികളൊക്കെ ചിതറിക്കിടക്കുന്നതും ബ്രഹ്മതേജസ് ധാരാളമായിട്ട് നിറഞ്ഞു നിൽക്കുന്നതുമായ വളരെ ശക്തമായ തപസ് അനുഷ്ഠിക്കുന്ന തപസ്സികൾ നിറഞ്ഞ കാട് ഭഗവാൻ ദൂരത്തുനിന്നങ്ങനെ കണ്ടു. ധാരാളം പക്ഷി മൃഗാദികളുണ്ട്. നാനാ പക്ഷികൾ നാദം കൊണ്ടും, അല്ലേ, മൃഗങ്ങളെ കൊണ്ട് സുന്ദരവും പക്ഷികളുടെ നാദങ്ങളെ കൊണ്ട് സുന്ദരവും. അപ്സരസ്സുകൾ അതിൽ നൃത്തം ചെയ്യുന്നുണ്ട്. അതുപോലെ ഹോമങ്ങൾ നടത്താനുള്ള പുരകൾ, ഹോമപ്പുരകൾ, അതുപോലെ തന്നെ അതിൻ്റെ വേണ്ടതായ പാത്രങ്ങൾ, ഈ നിവേദ്യങ്ങൾ, ഹവിസുകൾ, നെയ്യ് മുതലായിട്ടൊക്കെ വെക്കാൻ പറ്റിയ പാത്രം. ചിലതൊക്കെ അധികവും മൺപാത്രമാവും. ആ കാലത്ത് അതേ ഉള്ളൂ മൺപാത്രങ്ങൾ. മാനിൻ്റെ തോല, വസ്ത്രം ഇടയ്ക്കിടയ്ക്ക് മാറ്റാനും കഴുകിയിടുകയൊക്കെ ചെയ്യും ഈ മാൻതോല. അപ്പോൾ അതാണ് പല മാൻതോലുകളിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായി കോല് പോലെ. പിന്നെ ചമത, അതുപോലെ തന്നെ വെള്ളം നിറച്ചതായ കുടങ്ങൾ ധാരാളമായിട്ട് അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ കണ്ടു. അങ്ങനെ ബലി, ഹോമം മുതലായിട്ടൊക്കെ ചെയ്യുന്നതിൻ്റെ മന്ത്രഘോഷങ്ങൾ, നല്ല കുളങ്ങളിൽ താമരപ്പൂ തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്, അതും അവർ കണ്ടു. ബലമൂലാശനേർ ദാന്തേർ ക്ഷീര കൃഷ്ണാജിനാംബരെ. മാനിൻ്റെ തോല്, ഫലമൂലാദികൾ മുതലായിട്ടുള്ളതും മാത്രം ഭക്ഷിച്ച്, ഫലമൂലാദികൾ മാത്രം ഭക്ഷിച്ച് വ്രതചര്യകൾ അനുഷ്ഠിക്കുന്ന പഴയ ബ്രാഹ്മണർ, താപസർ, ആ തപസരോട് കൂടിയുള്ളതായ ബ്രഹ്മലോകം പോലെയുള്ള അത് പുണ്യവാന്മാർ കഴിയുന്നതായിട്ടുള്ള വനം ഭഗവാൻ കണ്ടു. രാമലക്ഷ്മണന്മാർ വില്ലിൻ്റെ അറ്റം അഴിച്ചു. ഇവിടെ യുദ്ധമല്ല വേണ്ടത്, അങ്ങനെ ഇതുണ്ട് എന്നാണ്. വില്ലിൻ്റെ ഒക്കെ അഴിച്ചിട്ടേ മഹർഷിമാരുടെ അടുത്തേക്ക് പോകാൻ പാടും. യുദ്ധോത്സുക്തരായിട്ടല്ല പോകുന്നത്. ഇവിടെ യുദ്ധത്തിൻ്റെ ആവശ്യമില്ല. ഇവിടെ ലക്ഷ്മണ വില്ലിൻ്റെ അറ്റമൊക്കെ അഴിച്ചോളൂ. അതൊരു മര്യാദയാണ്. ഈ ആചാര വെടി പുഴക്കുക, തോക്ക് കള്ള കീഴായി പിടിക്കുക, പതാക താഴ്ത്തിക്കെട്ടുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പണ്ട്. അതിപ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് അല്ലേ, പതാക താഴ്ത്തിക്കെട്ടുക, തോക്ക് തല കീഴായി പിടിക്കുക എന്ന പോലെ ഒരു ആചാരമാണ്. താപസ്ത്രീകളുടെ, സാത്വികന്മാരുടെ, മഹാത്മാക്കളുടെ, ഗുരുജനങ്ങളുടെ മുമ്പിലേക്ക് വില്ല് അഴിച്ചിട്ട് പോവുക എന്നുള്ളത്. വില്ല് കൂട്ടിക്കെട്ടുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ്. അഴിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ ബഹുമാന സൂചകമായിട്ട് വില്ലിൻ്റെ ഞാണമൊക്കെ അഴിച്ച് ആ ദിവ്യജ്ഞാനികളായ മഹർഷിമാരെന്ത് ചെയ്തു? സീതയെയും രാമലക്ഷ്മണന്മാരെയും കണ്ട് അത്യധികം സന്തോഷിച്ചു. കാരണം ഈശ്വരന്മാരാണെന്നും അവതാരമാണെന്നും മഹാപുരുഷന്മാരാണെന്നും അവർക്കറിയാം. രാമനെ ഒരു മനുഷ്യനായിട്ടാണ് കണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും അങ്ങനെയല്ല പറയണത്. അപ്പോൾ ഇതിൽ തന്നെ ചില ദിക്കിലൊക്കെ ഈശ്വരനാണെന്നും സർവേശ്വരനാണെന്നും, അല്ലെങ്കിൽ ഇപ്പോൾ മഹർഷിമാർ മനുഷ്യനെ കണ്ടാൽ വന്ദിക്കുമോ? അത് ആവശ്യം. ഇവർ അങ്ങടാ വന്ദിക്കേണ്ടത്, മനുഷ്യന്മാർ അങ്ങടല്ലേ വന്ദിക്കേണ്ടത്. പക്ഷെ ഇവരങ്ങനെയല്ല ചെയ്യണത്. സീതയെയും കണ്ട് സന്തോഷം സ്വീകരിച്ചു.
ഉദിച്ചു വരുന്ന ചന്ദ്രൻ്റെ തേജസ്സിലുണ്ട് രാമലക്ഷ്മണന്മാർക്ക്. അവരെ കണ്ട് ആശീർവാദങ്ങൾ ഉച്ചരിക്കുകയും ചെയ്തു. എന്നിട്ടോ രാമൻ്റെ രൂപലക്ഷ്മണം രൂപ സംഹനനം ലക്ഷ്മിം സൗകുമാര്യം സുവേഷതാം ദദർശുർ വിസ്മിത ആകാരോ രാമസ്യ വനവാസിയായിട്ടുള്ള രാമൻ്റെ അത്ഭുതാകാരം കണ്ട് മുഖത്ത് ആ തേജസ് ശരിക്കിങ്ങനെയുണ്ട്. എന്തൊക്കെ ഭഗവാൻ മറച്ചാലും ഈശ്വരത്തെ തേജസ് ഉണ്ടോ, മറയ്ക്കാൻ പറ്റുന്നു. വാമനമൂർത്തിയായിട്ട് വന്നപ്പോൾ മഹാബലി സ്വീകരിച്ചത് നമുക്കറിയാം. എന്താണ് മഹാബലി അങ്ങേക്ക് വേണ്ടതെന്ന് ചോദിച്ച് കാല് കഴുകിയിട്ട് ഒരു ചെറിയ കുട്ടി വന്നാൽ ഒരു ചക്രവർത്തിക്ക് ഇപ്പോൾ അങ്ങനെ സ്വീകരിക്കേണ്ട കാര്യമുണ്ടോ? എന്താ കാരണം? ഈശ്വരനാണ്. ഈശ്വരൻ ഇപ്പം എങ്ങനെ വേഷം കെട്ടിയാലും ആ തേജസ്സൊന്നും മുഴുവൻ മറയ്ക്കാൻ പറ്റില്ല. ഭഗവാൻ തന്നെ ഇല്ലേ. അതുകൊണ്ടാവാം രാമൻ്റെ രൂപലാവണ്യം ശ്രീത്വം എല്ലാം കണ്ട് മഹർഷിമാർ നിർനിമേഷരായി നോക്കി നിന്നു എന്നാണ് പറയുന്നത്. ദദർശുർ വിസ്മിതാകാര രാമസ്യ വനവാസിന. അവരിങ്ങനെ ആസ്വദിക്കുകയാണ് കണ്ടിട്ട് ആ നല്ല വ്യക്തികളെ, അല്ലെ ഈശ്വരന്മാർ തുല്യമായിട്ട് ഇവരെ അതിഥികളായിട്ട് കിട്ടി സന്തോഷിച്ച് സ്വീകരിച്ചു. കായകനികളും അവരുടെ അവിടെ എന്തൊക്കെയാണ് ആശ്രമത്തിലുള്ള വെച്ചാൽ അതെല്ലാം കൊടുത്ത് സ്വീകരിച്ചു എന്നാണ്. അവർ പറഞ്ഞു, ധർമ്മപാലകനും മഹായശസ്വിയും ദുഷ്ടദണ്ഡകനും രാജാവും ആയ അങ്ങ് ഞങ്ങൾക്ക് ശരണ്യനും പൂജ്യനും ഗുരുവും ആകുന്നു. മഹർഷിമാരുടെ വാക്കാണ്. ധർമ്മപാലോ ജനസ്യാസ്യാ ശരണ്യത്വം മഹായശ. രാമലക്ഷ്മണന്മാരെ നിങ്ങൾ യശസ്വികളാണ്, അല്ലേ? ലോകം മുഴുവൻ നിങ്ങളുടെ കീർത്തി എത്തിയിട്ടുണ്ട്. പൂജനീയച്ച മാന്യച്ച, പൂജനീയരും മാന്യരും ആയിട്ടുള്ളതായിട്ടുള്ള നിങ്ങൾ ഞങ്ങളുടെ ഗുരുനാഥനാണ്. രാജാവ് എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ്റെ കാൽഭാഗം വരും എന്നാണ് പറയുന്നത്. ദേവേന്ദ്രൻ്റെ കാൽഭാഗം എല്ലാം കൊണ്ടും ഒക്കെ ഇത്രയും ഒരു രാജാവ്. അതാണ് ഭരണ നേതാക്കൾ, അല്ലേ? നമ്മൾ അഭാവത്തിൽ കുറ്റം വന്നാലും ഇപ്പോൾ ഇവിടെ സി എം ഒ വന്നാൽ കുറ്റം പറയലെല്ലാം ഉണ്ടാവുക, അല്ലേ? അല്ലെങ്കിൽ വിവരം അറിയും. കാരണം അവരുടെ സ്ഥാനം അങ്ങനെയാണ്. അതാണ് ഇന്ദ്രൻ്റെ 4 ഭാഗം. ഇന്ദ്രസേവ ചതുർഭാഗ പ്രജാരക്ഷതി രാഘവ. പ്രജകളെ രക്ഷിക്കുന്നതായിട്ടുള്ള ഭരണാധികാരി ഇന്ദ്രൻ്റെ 4 ആകുന്നു എന്ന് പറയണം. തേവയം ഭവതാ രക്ഷ്യ ഭവത് വിഷയവാസിന നഗരത്തോ വനത്തോ വാ തൊന്നോ രാജാ ജനേശ്വര. കാട്ടിലായാലും വേണ്ടില്ല, നാട്ടിലായാലും വേണ്ടി. ഇപ്പം ഞങ്ങൾ കാട്ടിലായാലും രക്ഷിക്കണം, വേണ്ടേ? നാട്ടിലായാലും രക്ഷിക്കണം. രണ്ടായാലും നിങ്ങളുടെ രക്ഷാകർത്തൃത്വത്തിലാണ് ഞങ്ങൾ കഴിയുന്നത്. ഇവരെ സംബന്ധിച്ച് രാമൻ തന്നെയാണ് രാജാവ്. ആലോചിച്ച് നോക്കിയാൽ അത് അത്ഭുതമല്ലേ? നഗരത്തോ വനത്തോ വാത്തും നോ രാജ ജനേശ്വര. ഭരതനെ രാജാവായിട്ട് കാട്ടിലേക്ക് രാമനെ അയച്ചതൊക്കെ ഇവർ അറിഞ്ഞിട്ടുണ്ടാവണം. അറിഞ്ഞാലും ഇവർ രാമനെ തന്നെ രാജാവായിട്ട് അംഗീകരിച്ചിരിക്കണത് ആലോചിച്ച് നോക്കൂ. അതായത് ഈശ്വരന്മാർക്ക് എപ്പോഴും എല്ലാ നിയന്ത്രണങ്ങളും അവരുടെ കയ്യിലുണ്ടാവും. ഇപ്പോൾ കാട്ടിലല്ല, പാതാളത്തിലല്ല, എവിടെ പോയാലും രാമനാവും, അല്ലേ? രാമനായിട്ടല്ലേ അവന് നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറയുന്നത്? ത്വം നോ രാജ ജനേശ്വര. ഞങ്ങളുടെ രാജാവ് അങ്ങനെയാണ്. അപ്പോൾ ഭരതനടക്കം അംഗീകരിച്ചിരിക്കണു രാമനാണ്, ഏട്ടനാണ് രാജാവ് എന്ന്. പിന്നെ രാജാവ് അങ്ങനെ അല്ലാണ്ടേ അതുകൊണ്ട് ഞങ്ങളെ അങ്ങ് എന്ത് ചെയ്യണം? രക്ഷിക്കണം. ഗുരുത്വം കൊണ്ട് മഹർഷിമാരാണ് മീതേ എന്നുണ്ടെങ്കിലും ലോകത്തിലത്തെ സ്ഥാനം കൊണ്ട് രാമനാണ് ഇപ്പോൾ വലുതാവുന്നത്. കാരണം രാജാവാണ്. തേവയംബവതാ രക്ഷ്യ. അങ്ങ് ഞങ്ങളുടെ രക്ഷാകർത്താവാണ്, രാജാവാണ്. നെത്തദണ്ഡാവഹൻ രാജഞ്ചിതക്രോധാജിതേന്ദ്രിയ രക്ഷീത വ്യാസ്തയാശൽ ഗർഭഭൂതാർത്ഥബോധന. ഏതുപോലെയാ ഈ ഗർഭത്തിലുള്ളതായ കുട്ടിയെ അമ്മ എങ്ങനെ രക്ഷിക്കാം? അതിലും ഇതൊരു ഉപമ വേറെ ഇല്ല. അത്രയ്ക്കും ആ ഗർഭത്തെ രക്ഷിക്കുന്നത് പോലെ എന്നാണ് ഇവിടെ പറഞ്ഞത്. ഗർഭഭൂതാത്തബോധന. ആ ഗർഭത്തിലെ കുട്ടിയെ രക്ഷിക്കണ പോലെ സർവേശ്വര ഞങ്ങളെ സദാ രക്ഷിക്കണമേ എന്നങ്ങനെ പറയണം. ഏവം ഉക്വാ ബലേർ മൂലേർ പുഷ്പേർ വന്യേച്ചരാകവം. പുഷ്പങ്ങളെ കൊണ്ട് പൂജിക്കുക, വന്യങ്ങൾ ഭക്ഷണം കായികനികൾ ഭക്ഷിക്കാൻ കൊടുക്കുക എന്നൊക്കെ അവരെ സൽക്കരിച്ച് പൂജിച്ച് തൃപ്തിപ്പെടുത്തി എന്നങ്ങനെ പറയുകയാണ്. നേരം ഒക്കെ രാത്രി ആണ് ഏകദേശം ഉണ്ടായത്. നേരം പ്രഭാതമായപ്പോഴോ അവർ മഹർഷിമാരോട് വിട പറഞ്ഞു എന്ന് പറയണ. കൃതാദിത്യോത്തത രാമസ്തു സൂര്യോസ്യോദയ
ഉദയനം പ്രതി സൂര്യൻ ഉദിച്ചതായിട്ട് സമയത്ത് മഹർഷിമാരോട് വിട വാങ്ങി കൂടുതൽ കാട്ടിൻ്റെ ഉള്ളിലെ ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ ഇങ്ങനെയാണ് നാനാമൃഗഗണാകീർണം, ധാരാളം മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, ചാർദൂലം, പല പല പുലി മുതലായിട്ടതൊക്കെ ഉള്ളതായ ഭീകരവും ആയ കാട്ടിൻ്റെ അവർ കിടക്കുകയാണ്. ചിവീടുകൾ, പക്ഷികളുടെ ശബ്ദം ഇത് അവിടെ അധികം ഇല്ലാത്ത, പക്ഷികളുടെ കൂജനം കേൾക്കാത്തതും. നേരത്തെ ആശ്രമത്തിലാണത് പറഞ്ഞത്. മഹർഷിമാരുള്ള ദിക്കിൽ പക്ഷികളുണ്ട്, ഇവിടെ അധികം പക്ഷികളില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ മൃഗാകീർണം, നാനാമൃഗങ്ങൾ എന്ന് പറയുന്നത് കടുവ, ചെന്നായ മുതലായിട്ടുള്ളവരൊക്കെ വസിക്കുന്നുണ്ട്. പക്ഷേ പക്ഷികളധികം ഇല്ല എന്നും കാണുന്നു ഇവിടെ. ഏതായാലും അങ്ങനെ അവിടേക്കാണ് ചെന്നു. ചിവീടുകൾ, നിഷ്കൂജന, നാനാശ, ചില്ലീക ഗണനാതീതം, പക്ഷികളുടെ കൂജനം കേൾക്കാത്തതും, ചിവീടുകൾ ചിലയ്ക്കുന്നതും. ചിവീടുകളുണ്ട്, പക്ഷികളില്ല എന്ന് കാണും. എന്താണാവോ കൂജനം കേൾക്കാത്തതും. നിഷ്കൂജനാനം, കൂജനമില്ലാത്തതിനാണ് നിഷ് എന്ന് ചേർക്കുക, ഇല്ലാത്തതും. ചിവീടുകളുടെ ശബ്ദം മാത്രം അങ്ങനെ കേൾക്കുന്നുണ്ട് ധാരാളമായിട്ട്. ആ കാകുസ്ഥന്മാർ വലുതായിട്ടുള്ളൊരു രൂപത്തെ മുന്നിലിങ്ങനെ കാണുകയാണ്. നരഭോജി, വലിയ വായ, വലിയ വയറ്, ഭയാനകമായിട്ടുള്ള രൂപം മൊത്തം കണ്ടു. നോക്കൂ ലക്ഷ്മണ, വലിയൊരു രാക്ഷസൻ്റെ വരവാണ് ഇവൻ. പുലിത്തോലാണ് ഉടുത്തിരിക്കുന്നത്. വളരെയധികം ഭയാനകമാണ് അവൻ്റെ രൂപം. കണ്ടു, ശൂലത്തിൽ കോർത്ത് പിടിച്ചിരിക്കുന്നത്. ഇവിടെ പറയണ 3 സിംഹങ്ങൾ, 2 ചെന്നായ്ക്കൾ, 4 നരികൾ, 10 പുള്ളിമാനുകൾ, കൊഴുപ്പ് പുരണ്ടതായിട്ടുള്ള വലിയ ആനത്തല, ഇതൊക്കെ അവൻ്റെ ശൂലത്തിലുണ്ട്. ചില്ലറ സംഗതികളൊന്നുമില്ല. 10 മാനുകളെ, 10 മാനും 3 സിംഹവും 2 ചെന്നായ്ക്കൾ. 3 സിംഹാം ചതുർ വ്യാക്രാൻ, 4 പുലികൾ. ഈ പപ്പടക്കോലുമ്പിൽ നെയ്യപ്പം കുത്തി എടുക്കില്ലേ നമ്മൾ എന്ന പോലെ മൃഗങ്ങളെ വേണം തിന്നാൻ തോന്നുമ്പോൾ കിട്ടില്ല. അപ്പോൾ കരുതിയിരിക്കുകയാണ്. ശൂലത്തിൽ നിന്ന് എടുക്കുക, ഭക്ഷിക്കുക. ആ സൗകര്യം ഓർത്ത് ശൂലത്തുമ്പിൽ അങ്ങനെ കരുതിയിട്ടാണ് ഇവർ ഓടി രാമലക്ഷ്മണന്മാരുടെയും സീതയുടെ അടുത്ത് സീതയെ ഒക്കത്തെടുത്തിട്ടാണ് വെച്ചു. അവർ ചോദിച്ചു, ഈ താപസവേഷ സ്ത്രീയെ യോജിക്കണില്ലല്ലോ, നിങ്ങൾ ആരാ എന്നാ പറഞ്ഞു. യുവാം ജടാചീരധരു, ജടകൾ പോലെ വൽക്കലം ധരിച്ചിട്ടുള്ള നിങ്ങൾക്ക് സ്വഭാര്യയോ, ഈ സ്ത്രീ ആരാണ്? അതുകൊണ്ട് എൻ്റെ അടുത്ത് വന്നാൽ പിന്നെ ആരും ജീവനോടെ രക്ഷപ്പെടാറില്ല. ആരാ നിങ്ങൾ, ഈ സ്ത്രീ ആര് എന്നങ്ങനെ ചോദിച്ചു. പറഞ്ഞു, അവർക്ക് സത്യമല്ലേ എപ്പോഴും പറയാനുള്ളൂ. പറഞ്ഞു, അച്ഛൻ്റെ സത്യം പാലിക്കാൻ ഇക്ഷ്വാകു വംശജരാണ് ഞങ്ങൾ, രാമലക്ഷ്മണന്മാർ, സീതാപത്നി. ആട്ടെ, നീ ആരാണ് എന്നങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രാമൻ പറഞ്ഞു, ലക്ഷ്മണ, കൈകേയി എന്തൊന്നാണ് ആഗ്രഹിച്ചത് അതിപ്പോൾ നടക്കും. കൈകേയി ആഗ്രഹിച്ചത് ഭരതൻ്റെ രാജസ്ഥാനം ഏറ്റെടുക്കൽ മാത്രമല്ല, പിന്നെന്താ ആഗ്രഹിച്ചത്? നമ്മുടെ നാശം. അത് കൈകേയി ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടല്ലേ ഈ ഘോരമായിട്ടുള്ള കാട്ടിലേക്ക് നമ്മളെ അയച്ചത്. നമ്മുടെ നാശത്തിനുള്ള സമയം സമാഗതമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. യാന തുഷ്യാതി രാജ്യേന പുത്രാർത്ഥേ ദീർഘദർശിനി, തൻ്റെ പുത്രനായിക്കൊണ്ട് നമ്മുടെ നാശം. ഏയാഹം സർവഭൂതാനാംബിത പ്രസ്താവിതോപനം അദ്യേദാനീം സകാമാസ യാ മാതാ മമ മധ്യമ, എൻ്റെ മധ്യമ മാതാവായിട്ടുള്ള ആ കൈകേയിയുടെ ആഗ്രഹം, നമ്മുടെ സർവനാശത്തിനുള്ള സമയം ഇതാ സമാഗതമായി എന്നെനിക്ക് തോന്നുന്നു. ഇതെടുത്തിട്ടോ കത്ത് വെച്ചപ്പോൾ രാമന് സഹിച്ചില്ല. ലക്ഷ്മണ നോക്കൂ, അവൻ്റെ ധിക്കാരം. എനിക്ക് ഈ ലോകത്തിൽ രാജ്യം പോയാലോ മറ്റു പ്രശ്നങ്ങളൊന്നും എനിക്കില്ല. അച്ഛൻ്റെ മരണമടക്കം ഞാൻ സഹിക്കുക, എത്രയായാലും മരണം ഉണ്ടാവും അച്ഛന്. പക്ഷേ സീത മറ്റൊരാളുടെ ഇതായി തീരുക, മറ്റൊരാൾ അവളെ സ്പർശിക്കുക, അത് മാത്രം എനിക്ക് സഹിക്കാൻ വയ്യാന്നങ്ങനെ പറയണം. അപ്പോൾ ഈ രമണൻ പറഞ്ഞു, എന്തിനാണ് പേടിക്കണേ ഏട്ടാ, ഞാൻ ഏട്ടൻ്റെ കൂടെ പോണത് സുഖിക്കാനും കാഴ്ച കാണാനുമല്ല, ഏട്ടൻ്റെ സർവ്വധാവിധത്തിലുള്ള രക്ഷ നോക്കാനാണ്. ഒരസ്ത്രം കൊണ്ട് ഞാനിപ്പോൾ അവനെ വധിച്ചു തരാം. ശരേണ നികതത്യമയാ ക്രുദ്ധേണ രാക്ഷസ, എൻ്റെ ദേഷ്യത്തിൽ രാക്ഷസൻ മരിക്കുന്നത് ഏട്ടൻ കണ്ടോളൂ. ആ പക്ഷേ വിരാധനാണത്. ഇവൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിരാധൻ ആരാണ് നീയെന്ന് ചോദിച്ചു. വിരാധൻ്റെ മറുപടി ഒക്കെ ഉണ്ട് അവിടെ, ചോദ്യോത്തരമൊക്കെ. ഏതായാലും ഈ അസ്ത്രം ഞാൻ നേരത്തെ എടുത്ത് ശരിയാക്കിയതാണ്. എന്തിന്? ഭാരതൻ്റെ കഥ കഴിക്കാൻ. എൻ്റെ ഏട്ടൻ്റെ രാജസ്ഥാനം
നേടി തട്ടിയെടുത്ത ഭരതനെ കൊല്ലാൻ ഞാൻ കരുതി വെച്ച ഈ അസ്ത്രം ഭരതൻ തന്നെ എന്നെ പിൻവലിപ്പിച്ച് വെച്ചതാണത്. കാരണം അന്ന് ഭരതൻ കുറ്റക്കാരനല്ല എന്ന്. ആ അസ്ത്രം പ്രയോഗിക്കാനുള്ള സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുവേണ്ടി ഞാൻ ശരിയാക്കി വെച്ചതായിട്ടുള്ള ഈ അസ്ത്രം കൊണ്ട് ഇവനെ ഞാൻ വധിക്കും. ഇത് കാണൂ എന്നങ്ങനെ പറഞ്ഞ് മമ ഭൂജ ബലവേഗവേഗിത പതതു ശരോസ്യ മഹാൻ മഹോരസി വ്യപനയതു തനോച്ച ജീവിതം പതതു തതസ മഹിം ബിഘൂർണിത. പ്രത്യേക വൃത്തത്തിലുള്ള ശ്ലോകമാണത്. എൻ്റെ കയ്യൂക്ക് കൊണ്ട് ആഞ്ഞ അയക്കണ ഈ മഹാശരം വിരാധൻ്റെ മാറിൽ തുളച്ച് കയറട്ടെ എന്നങ്ങനെ പറഞ്ഞു. അപ്പം ചോദിച്ചു, നീ ആരാണ്? ഇങ്ങോട്ട് ചോദിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. നീ ആരാണ് എന്ന് രാമലക്ഷ്മണന്മാർ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ ജയൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരാണ്, ശതഹൃദ അദ്ദേഹത്തിൻ്റെ പത്നി, ജയൻ്റെയും ശതഹൃദൻ്റെയും പുത്രനായിട്ടുള്ളതായ വിരാധൻ ആണ്. എൻ്റെ പേരന്ന് പറഞ്ഞിരിക്കുന്നത് വിരാധൻ. യാതൊരു നിലയ്ക്കും എന്നെ ഈ ആയുധങ്ങളെ കൊണ്ട് കൊല്ലാൻ പാടില്ല എന്ന് ബ്രഹ്മാവ് എനിക്കൊരു വരം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അസ്ത്രമൊന്നും എന്നിൽ വിലപ്പോവില്ല, ഞാൻ മരിക്കില്ല. എനിക്ക് നിങ്ങളെ ആവശ്യമില്ല, സീതയെ കിട്ടിയാൽ മതി എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൊല്ലണില്ല. ഈ സീതയെ എൻ്റെ ഭാര്യയായിട്ട് നിങ്ങൾ അനുവദിച്ചാൽ നിങ്ങൾക്ക് സമാധാനമായി രക്ഷപ്പെടാം. നിങ്ങളെ ഞാൻ കൊല്ലാതെ വിടാമെന്ന് പറഞ്ഞു. നോക്കൂ ലക്ഷ്മണ, അവൻ്റെ ധിക്കാരം. രാമൻ പറഞ്ഞു, കാണിച്ചു തരാം. ക്ഷുദ്രദിക്വാം തു ഹീനാർത്ഥം മൃത്യുമന്വേഷസേ ധ്രുവം. നിനക്കും ഉണ്ടല്ലേ ഈ മരണത്തിനോടുള്ള ആസക്തി? അങ്ങനെയപ്പം എനിക്ക് തോന്നുന്നത്. അല്ലാതെ എന്നോട് ഇങ്ങനെ പറയുമോ ഒരാൾ? ശരി, നിനക്കതാണ് ആഗ്രഹമെങ്കിൽ ഇതാ തരാം. വലിയ കൂർത്തുമൂർത്തതായിട്ടുള്ള ശരങ്ങൾ ആ രാക്ഷസൻ്റെ നേർക്ക് അയക്കുകയാണ്. 7 അസ്ത്രത്രേ ആദ്യമായിട്ട് അങ്ങോട്ട് അയച്ചത്. ധനുഷ ജാഗുണവധ സപ്തബാണാൻ മുമോചക. 7 ബാണങ്ങൾ വിരാധൻ്റെ നേർക്കാണ് അയച്ചതോടുകൂടി രക്തത്തിലങ്ങോട്ട് കുളിച്ച് അവൻ ഭൂമിയിലാണ് വീണു. സീതയെ താഴെ വെച്ചു. അസ്ത്രം രാമബാണാണ്, ചില്ലറ ബാണൊന്നുമല്ല. മാറത്ത് തറച്ച് കയറ്റിയില്ലേ, വായ പിളർന്ന് കാലിന് സമമായി വന്നു. ആ ശരം ലക്ഷ്മണൻ ഒന്നിന് പുറകെ ഒന്നായി അനവധി ശരങ്ങൾ അയച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ ഇവനൊരു വരണ്ട്. ഏത് ശരം കൊണ്ടും കൊല്ലാൻ പറ്റില്ല. ശരം തറച്ചപ്പോൾ അതൊക്കെ ശരീരം കുടഞ്ഞ് ഇവൻ കളഞ്ഞു. ഒന്നങ്ങനെ ശരീരത്തിൽ ഞെളിഞ്ഞ് കുടഞ്ഞപ്പോൾ ഈ ശരമൊക്കെ അവൻ്റെ വരബലം കൊണ്ട് നിലത്ത് വീണു, മരിച്ചില്ല. ശൂലം കൊണ്ട് മുറിക്കുകയും ചെയ്തു. വജ്രായുധം പോലെ വാനിൽ ജ്വലിക്കുന്നതായിട്ടുള്ള ശൂലത്തെ രാമൻ ആ ശരങ്ങളെ കൊണ്ട് ശൂലത്തെ മുറിച്ചു. അങ്ങനെ ഇവനാകെ കയ്യിൽ ശൂലമുള്ളത്. ആ ശൂലത്തെ മറിച്ചതോട് കൂടിയിട്ടോ അവൻ്റെ കുറേ ശക്തിയൊക്കെ പോയി. വാളുകൊണ്ട് കയ്യും വെട്ടി. വാളുണ്ട് ഇവരുടെ കയ്യിൽ. വിഷപ്പണ്ടീനാമൻ്റെ ആ വാളുകൊണ്ട് വെട്ടി ഇതോട് കൂടിയിട്ടതാ വീണു. പക്ഷേ പിന്നെ അവൻ എന്ത് ചെയ്തു? ആ രാമലക്ഷ്മണന്മാരെ ഏറ്റി കാട്ടുകൂടെ അങ്ങനെ നടക്കുകയാണ്. കാരണം അവരെ കൊല്ലാൻ കഴിയില്ല, അവൻ മരിച്ചിട്ടുമില്ല. ഏറ്റി നടന്നപ്പോൾ പറഞ്ഞു, ലക്ഷ്മണ നമുക്ക് പോകേണ്ട വഴി കൂടെയാണല്ലോ അവൻ നമ്മളെടുക്കണത്. ഏതായാലും കുറച്ച് ദൂരം നടക്കാണ്ട് കഴിഞ്ഞുവല്ലേ, അപ്പോഴേക്ക് പരിഭ്രമൊന്നുമില്ല. ഇതൊക്കെ പറഞ്ഞാലും ഭയങ്കരമായിട്ടുള്ള ശബ്ദവും കൊണ്ട് അലറിക്കൊണ്ട് രാമലക്ഷ്മണന്മാരെ എടുത്ത് വിരാധന അങ്ങനെ നടക്കുകയാണ്. സീത പേടിച്ചു. ഈശ്വര, സീത അപ്പം ഇവരുടെ കഥ കഴിക്കുമല്ലോ, എന്താണ് ഈശ്വര ഞാൻ ഈ കാണുന്നത്? ആ രാമലക്ഷ്മണന്മാരെ എത്ര ശ്രമിച്ചിട്ടും അവൻ മരിച്ചില്ല. അവരെ എടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. ഹ്രിയമാണോ തോ ദൃഷ്ട്വാ വൈദേഹി രാമലക്ഷ്മണോ. വൈദേഹി രാമലക്ഷ്മണന്മാരെ എടുത്തു കൊണ്ടുപോകുന്നത് കണ്ട് ഉറക്ക നിലവിളിച്ചു, വിരാധ നിനക്ക് എന്നെ കൊണ്ടേക്കൂടെ? എന്തിനാണ് രാമലക്ഷ്മണന്മാരെ കൊന്നു തിന്നാൻ നീ കൊണ്ടുപോകുന്നത്? ഇനി വല്ല മൃഗങ്ങളും വന്നിട്ട് എന്നെ ആക്രമിക്കും, ആരാണ് എന്നെ രക്ഷിക്കാനുള്ളത് എന്നൊക്കെ പറഞ്ഞ് സീത കരഞ്ഞപ്പോൾ ഓരോരോ കൈകൾ രാമലക്ഷ്മണന്മാർ ഛേദിച്ചു. ഇന്ദ്രൻ്റെ വജ്രായുധമേറ്റതോടു കൂടിയിട്ട് നിലത്ത് അവൻ വീണു. നിലത്തിട്ടിട്ട് ഇവരെ ചതച്ചു. എന്നിട്ടും മരിക്കണില്ല, ചതച്ചു. എത്രയായിട്ട് കാലമുണ്ട് ഈ ചതച്ചരച്ചിട്ടും ഈ മരിക്കാതെ ഏകദേശം ഇങ്ങനെ മൃതപ്രായനായപ്പോൾ ഇവരുടെ സംഭാഷണത്തിന് മനസ്സിലായി രാമനാണ്. തപസാ പുരുഷ വ്യാഘ്ര രാക്ഷസോ എന്ന ശക്യതേ. അങ്ങ് ശ്രീരാമനാണെങ്കിൽ ഞാൻ മഹാഭാഗ്യവാനാണ്. അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, സേതായുഗത്തിൽ രാമൻ വരുന്ന സമയത്ത് നിനക്ക് നിൻ്റെ രൂപം തിരിച്ചു കിട്ടും, നീ മരിക്കും, മരിച്ചിട്ട് ശരിക്കുള്ള രൂപം തിരിച്ചു കിട്ടുകയാണ്. അതേ ശരീരം പോകണല്ലോ.
എന്നങ്ങനെ പറഞ്ഞ് ഞാൻ പറഞ്ഞതായിട്ടുള്ള അപരാധങ്ങൾ ക്ഷമിക്കണം, സീതയെ സ്വന്താക്കും അങ്ങനെ എങ്ങനെയെന്നൊക്കെയുള്ള അപരാധങ്ങൾ രാമ അങ്ങ് രാമനാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങയോട് എതിർക്കാൻ ഞാനില്ല. ഇപ്പോൾ ഞാനിതാ മനസ്സിലാക്കുന്നു. കൗസല്യ സുപ്രചാരാമ താത തം വിദിതോ മയാ വൈദേഹീ ച മഹാഭാഗ ലക്ഷ്മണച്ച മഹായശസ്യായിട്ട് ലക്ഷ്മണൻ രാമനുമാണ്. നിങ്ങളെങ്കിൽ ഞാൻ ധന്യനായി എന്നങ്ങനെ പറഞ്ഞു. പണ്ട് കുബേരൻ്റെ ഒരു ഭൃത്യനായിരുന്നു ഞാൻ എന്ന് പറയണം. തുമ്പുരു എന്നാണ് പേര്. നാരദൻ്റെ ഒപ്പമുള്ള തുമ്പുരു അല്ല കേട്ടോ, അത് വേറെ തുമ്പുര. അപ്പം ഞാനൊരു ഗന്ധർവനായതുകൊണ്ട് വൈശ്രവണൻ എന്നെ ശപിച്ചു. ശപിക്കാൻ എന്താ കാരണം? വൈശ്രവണൻ എന്നെ എന്തോ ഒരു സേവനത്തിന് വിളിച്ചപ്പോൾ, സേവകനായിട്ടാണ് ഞാൻ നിൽക്കണം, സേവനത്തിന് വിളിച്ചിട്ടില്ലെങ്കിൽ കടലാസ് അയക്കും ഇല്ലേ, സമയത്ത് ഹാജരായില്ല ഡ്യൂട്ടിക്ക് എന്ന് പറഞ്ഞിട്ട്. എന്ന പോലെ വൈശ്രവണൻ എന്നെ സേവനത്തിന് വിളിച്ചപ്പോൾ ഞാൻ പോയില്ല. കാരണം ഞാൻ രംഭ എന്ന് പറഞ്ഞ അപ്സരസിലെ ആസക്തനായി ഇവിടെ കുറച്ച് സുഖിച്ച് കഴിഞ്ഞു കൂടുകയായിരുന്നു. അപ്പോൾ സേവനത്തിന് വിളിച്ചപ്പോൾ ഞാൻ പോയില്ല. ഇവളിലുള്ള ആസക്തി കാരണം എന്ത് വൈശ്രവണൻ എന്ന് പറഞ്ഞിരുന്നു. അത് വൈശ്രവണന് തീരെ ഇഷ്ടപ്പെട്ടില്ല, എന്നെ ശപിച്ചു. നീ രാക്ഷസനായിട്ട് പോ എന്ന് പറഞ്ഞു. പക്ഷേ പാപമോക്ഷം തന്നു, നിങ്ങളെ കാണുമ്പോൾ യഥാർത്ഥ രൂപം കിട്ടുകയും ചെയ്യും എന്നങ്ങനെ പറഞ്ഞ് വിരാധൻ്റെ ഗംഭീരമായിട്ടുള്ള സ്തുതിയൊക്കെ ഉണ്ട്. മറ്റേ രാമായണത്തിൽ ഇവിടെ സ്തുതിയൊന്നുമില്ല. അങ്ങനെ ശരഭങ്കനെ കാണാൻ അടുത്തതായിട്ടുള്ള രംഗം. അപ്പം അതിനു മുമ്പായിട്ട് എന്ത് ചെയ്തു? കുഴിച്ച് ഇവനെ കുഴിച്ചു മൂടി. അങ്ങനെ മാത്രമേ ഇവനെ കൊല്ലാൻ പറ്റുള്ളൂ. അതുവരെ ജീവൻ പോയിട്ടില്ല. വലിയ കുഴിച്ച് അതിൽ ഇറക്കിയിട്ട കുഴി മൂടി ഈ വിരാധനെ കൊല്ലുകയും ചെയ്തു. അങ്ങനെ സുഖമായിട്ട് കാട്ടിൽ കൂടെ നിർഭയരായിട്ട് സഞ്ചരിക്കുകയും ചെയ്തു. തതത്തു കാഞ്ചന ചിത്രകർമ്മകോ നിഗത്യരക്ഷ പരിഗൃഹ്യ മൈഥിലിം വിചക്രതുത്തോ മുദിതോ മഹാവനെ തിവിത്തിതോ ചന്ദ്രദിവാകരാവിവ. സൂര്യചന്ദ്രന്മാരെ പോലെ ശോഭിച്ചുകൊണ്ട് രാമലക്ഷ്മണന്മാർ ശരഭംഗ മഹർഷിയുടെ അടുത്തേക്കാണ് പോവുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് വിരാധവധം. അത്രയും സർഗങ്ങൾ 4 സർഗങ്ങൾ എടുത്തു അത് വിവരിച്ചത്. പൂർവൻ രാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണന്തമുത്തതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണനിധനം നേതൃത്വ രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.